ഒരു ഉമ്മാന്റെ കൈപ്പുണ്യട്ടോ. ബീഫ് അടിപൊളി, എന്താണ് ഒരു പറയാൻ വാക്കുകളില്ല. അപ്പൊ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി ബീഫും ബിരിയാണിയൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ ആണ് ഇന്നിവിടെ വരുത്തിയത് കേട്ടോ. ഇതാണ് എന്നെ ഇവിടെ വരുത്തിയത്. ഇത് കാണുമ്പോ തന്നെ ഒരു ഭംഗിയാണ്. എങ്ങനെ ഇതിന്റെ രഹസ്യം എന്താ സംഭവം? ഇത് തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കലാണോ? അത് തീരുന്നതിനനുസരിച്ച് ഞങ്ങൾ വേവിച്ച് വെച്ചിട്ട് പിന്നെ ഉള്ളി തക്കാളി ഇടൂല. ഇതിന്റെ രഹസ്യം തക്കാളി ചെടിയിലില്ല, അതാണല്ലേ. തക്കാളി ഇട്ടിട്ട് ഇത് വെറും ഉള്ളിയും പച്ചമുളകും ചപ്പ് പുതിന കരിവേപ്പിന്റെ ഇല ഉലുവ പിന്നെ വലിയ ജീരകം ഇതാണ് ഇതിന്റെ. അപ്പൊ ഇതിപ്പോ ഉച്ചയാകുമ്പോ കഴിയൂല, വൈകുന്നേരത്തിന് ഇനിയിപ്പോ വേറെ വേവിപ്പ് ഞങ്ങളിപ്പോ വേറെ ഉണ്ടാക്കൂല. പൊട്ടിക്കുകയാണല്ലേ? പൊട്ടിക്കാണ്. എത്ര മണിക്കൂർ ഇട്ട് ദമ്മ്? ഇത് 3/4 മണിക്കൂർ. 3/4 മണിക്കൂർ അല്ലേ? ഓക്കെ ഓക്കെ. ദം ബിരിയാണിന്റെ സ്ഥിരം വെക്കല്ലേ? ഓക്കെ. ഓ സ്മെല്ലിങ്ങനെ വരുന്നുണ്ടല്ലേ. ഇതും ബിരിയാണി തന്നെ? ഇത് ഓർഡർ അല്ല? അത് ഓർഡറിലാണ്. ഓക്കെ. സ്ഥിരമായിട്ട് ഓർഡർ വരലുണ്ട്? ഓ മന്തിയും കപ്സയും ബിരിയാണിയും ഒക്കെ വെക്കും. നെയ്ച്ചോറും ഓക്കെ ഓക്കെ. ചിക്കൻ ചില്ലിയും അത് ഗ്രേവി ഉണ്ടാക്കും, എല്ലാ സാധനവും ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കൂല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് ഞാനൊന്ന് കഴിച്ചു നോക്കി, അടിപൊളിയാണ്. അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നത്. ആ ബീഫിന്റെ രഹസ്യം എന്താണ്? ആ ഒരു കറുത്തിട്ടുള്ള കളർ കുരുമുളക് ഇടലുണ്ടോ? ഇല്ല, കുരുമുളക് ഞാൻ ഉപയോഗിക്കലേ, ഒന്നിലൂടെ ഉപയോഗിക്കില്ല. ഇല്ലല്ലേ? മന്തിയിൽ മാത്രം ഉപയോഗിക്കൂല. നല്ല ക്വാളിറ്റിയുള്ള പൊറോട്ട, ബാഗിന്റെ ഡെയിലി കഴിക്കും പൊറോട്ട. അടിപൊളിയല്ലേ? അടിപൊളി. ബിരിയാണി അതിനും സൂപ്പറാണ് ബിരിയാണി. ഇവിടെ രണ്ടുപേര് റൈസ് മാത്രം കഴിക്കുന്നുണ്ട്. എങ്ങനെ റൈസ് മാത്രം അടിപൊളിയാണല്ലേ? അടിപൊളിയാണ്. റൈസ് കഴിച്ചാലും ശരിക്കും അടിപൊളി. നമുക്ക് നല്ലൊരു ഉത്തേജനം. നമ്മള് പണിസ്ഥലത്ത് വരുന്നതാണ്. കുറച്ചും കൂടെ ഇതായിട്ട് തോന്നുന്നത്. 60 ഉറുപ്പ്യാണ് കേട്ടോ ബീഫിന്. ഹാഫാണ്, ഫുള്ളിന് 100 അടിപൊളി ബീഫാട്ടാ. മസ്റ്റ് ട്രൈ ആണ്. ഒരിക്കലെങ്കിലും വന്ന് കഴിക്കണ്ട ബീഫ്, അത്രയ്ക്ക് സൂപ്പറാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് വീഡിയോ എടുത്തത്. എനിക്ക് അതിന്റെ രുചി അടിപൊളിയായി തോന്നി കേട്ടോ. നമുക്ക് ബിരിയാണി നോക്കാം. അവിടെ ചൂടുണ്ട്, അങ്ങനെ കൊണ്ടുവന്നത്. ബിരിയാണി കുഴപ്പമില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫാണ്. ബിരിയാണി പിന്നെ ഇതേപോലെയുള്ള ബിരിയാണി എല്ലായിടത്തും കിട്ടും, പക്ഷെ ബീഫ് എവിടെ നിന്നും കിട്ടൂല. അത്രക്ക് സൂപ്പറാട്ടോ. അടിപൊളി. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താളേ. നമ്മളിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയില് താനൂര് മൂലക്കല് കാളാട് റോഡ് അല്ലേ? കാളാട് റോഡിൽ കുണ്ടുങ്ങല്. ഹോട്ടൽ കുണ്ടുങ്ങല്. ഹോട്ടലിന്റെ പേരും കുണ്ടുങ്ങലാണ്, സ്ഥലത്തിന്റെ പേരും കുണ്ടുങ്ങലാണ്. എത്ര മണിക്ക് തുറക്കും? ഞങ്ങളിവിടെ 4:15 തുറക്കും. 4 ചായ തുറക്കും. ചായ റെഡിയാണ്. റെഡി ആവൂല. പിന്നെ എത്ര മണിക്കാ പൂട്ടുക? ഇതിവിടെ 10, 11, 11:30 വരെ ഉണ്ടാവൂലേ? ഓക്കെ. ഫ്രഷ് പൊറാട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പൊറാട്ട രാവിലെ ഫ്രഷ് ഉണ്ടോ വൈകിട്ട് ഫ്രഷ്? ഫുൾ ടൈം ഫ്രഷ് പൊറാട്ട അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. ലീവ് ഉണ്ടോ? ഏത് ദിവസം ലീവ് ഉണ്ടോ? ലീവ് ഒന്നുമില്ല. എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ.